ശബരിമലയിൽ അധിക വില ഈടാക്കുന്ന കടകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകുന്നത്. രേഷ്മ, അത് ഈ അധിക വില സംബന്ധിച്ച് നമ്മൾ ജനം ടിവിയും ഈ വാർത്ത കൃത്യമായി നൽകിയിരുന്നതാണ്. ഏതായാലും അതിൽ കോടതി ഇടപെട്ടിരിക്കുന്നു. മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് വരിക? വീണ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എല്ലാ ദിവസവും ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഈ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശബരിമലയിലെ നിലവിലെ ക്രമീകരണങ്ങൾ ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്യും. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ തവണയും ഈ വിഷയങ്ങൾ ഹൈക്കോടതി പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഓരോ ദിവസവും എത്ര ഭക്തരാണ് ദർശനം നടത്തിയിട്ടുള്ളത്, ഒപ്പം തന്നെ ക്രമീകരണങ്ങൾ ഏത് വിധത്തിൽ മുന്നോട്ട് പോകുന്നു, ഇതൊക്കെ തന്നെ ദേവസ്വം ബോർഡും റിപ്പോർട്ട് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വാക്കാലോ വ്യക്തമാക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് ഈ ഫോട്ടോഷൂട്ട് വിവാദത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വന്നത്. അതായത് പോലീസ് അയ്യപ്പന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അഭിനന്ദനാർഹമാണ്, പക്ഷേ ഇത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ അനുവദിക്കാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇത്തരം നടപടികൾ ഇനി അനുവദിക്കാൻ സാധിക്കത്തുമില്ല. ഈ ശബരിമല എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ചില ആചാരങ്ങൾ ഉള്ള ഒരു ആരാധനാലയം തന്നെയാണ് എന്ന് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ആണെങ്കിലും പോലീസിന്റെ ആണെങ്കിലും ഒക്കെ നടപടികൾ ഉണ്ടായത്. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഈ വിഷയം ഗൗരവമായിട്ട് തന്നെ എടുക്കുകയാണ് ഉണ്ടായത്. അതിനനുസൃതമായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ശബരിമല തിരുമുറ്റത്തും സോപാനത്തിലും മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ ചിത്രീകരണം നടത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറും ഈ 18-ാം പടിയിൽ നിന്ന് പോലീസുകാർ ഫോട്ടോ എടുത്ത സംഭവത്തിലടക്കം പോലീസിന്റെ ചീഫ് കോർഡിനേറ്ററും റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അത് ഇന്ന് തന്നെ നൽകണമെന്നും ഹൈക്കോടതി ഇന്നലെ ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ആ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും നടപടികൾ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനം കൈക്കൊള്ളുക. അതുപോലെ തന്നെ നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനം ടി വി ആണ് സന്നിധാനത്തെ കടകളിൽ, അതായത് പമ്പയിൽ അടക്കമുള്ള കടകളിൽ അധിക വില ഭക്തരിൽ നിന്ന് ഈടാക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത്. ആ വിഷയത്തിലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്നലെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതായത് അമിത വില ഈടാക്കുന്ന കടകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി അതാത് ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർ, പമ്പ, നിലയ്ക്കൽ, സന്നിധാനത്തെ ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർ സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഒപ്പം തന്നെ ഈ നടപടി സ്വീകരിച്ചതിന്റെ റിപ്പോർട്ട് ആവശ്യമെങ്കിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. സ്പെഷ്യൽ കമ്മീഷണർ മുഖേന അതാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള ഇടക്കാല ഉത്തരവ്. ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അതായത് കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം കൂടി അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു. അതിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നിശ്ചിത ഇടവേളകളിൽ അതാത് ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർ ഹോട്ടലുകളിലും അതോടൊപ്പം തന്നെ കടകളിലും പരിശോധന നടത്തണം. എന്നിട്ട് ഈ ഇത്തരത്തിലുള്ള അമിത വില ഈടാക്കൽ, ഒപ്പം തന്നെ കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിറ്റഴിക്കൽ, ഇവയൊക്കെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നടപടികൾ ഹോട്ടലുടമയ്ക്ക് നേരെയാണെങ്കിലും കടയുടമയ്ക്ക് നേരെയാണെങ്കിലും സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ നിലവിലെ ക്രമീകരണങ്ങൾ ഏത് വിധത്തിൽ മുന്നോട്ട് പോകുന്നുവെന്നും ഇന്നത്തെ വിഷയം, ഇന്ന് 9 മണി വരെയുള്ള അവസ്ഥ എന്താണ്, എത്രത്തോളം ഭക്തർ മല കയറിയിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡും അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി എല്ലാ ദിവസവും പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മണ്ഡലകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ മാസപൂജ അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ ദേവസ്വം ബെഞ്ചാണ് ഈ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി രേഷ്മ. എന്തായാലും സന്നിധാനത്തെ വിവിധ വിഷയങ്ങൾ ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്കും ഹൈക്കോടതി ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. രോഹിണി, പ്രകാശൻ വേലിക്കുട്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, പോലീസുകാർ മനഃപൂർവ്വം ആചാര ലംഘനം നടത്തിയതാകില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വരുന്ന ഭക്തർ, അവർക്ക് ഇവിടുത്തെ ആചാരങ്ങൾ അറിയില്ല. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു ആചാര ലംഘനം ഉണ്ടായാൽ അത് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് പോലീസുകാരോടുള്ള. ശ്രീകോവിലിന് പുറത്തുള്ള ഏത് വിഷയത്തിലും അത് ക്രമസമാധാന പാലനത്തിനോ സുരക്ഷയ്ക്കോ വേണ്ടി മാത്രമല്ല പോലീസുകാരെ സന്നിധാനത്ത് നിയോഗിക്കുന്നത്. ഇത്തരം ആചാര ലംഘനങ്ങൾ നടന്നാൽ അത് തടയാൻ വേണ്ടി കൂടിയാണ്, അത് സമാധാനമായി ഭക്തരെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് അവരെ നിയോഗിച്ചിരിക്കുന്നത്, അവരുടെ സഹായത്തിന് വേണ്ടി കൂടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവരറിയണം അവരുടെ ഡ്യൂട്ടി എന്താണെന്നും എന്താണ് ആചാര ലംഘനം ഞങ്ങൾ നടത്താൻ പാടില്ല എന്നും അവരറിയണം. അതറിയാതെ പോയെങ്കിൽ അതവരുടെ തെറ്റല്ലേ. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് കോടതിയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്.